ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് വേൾഡ്. ഇറ്റ്സ് മീ ശരണ്യ. അപ്പൊ നമ്മൾ കുറച്ച് ദിവസം മുന്നേക്ക് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമുക്ക് മീഷോയിൽ എങ്ങനെ ഏൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ. അപ്പൊ ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ കമന്റിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് കമന്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ കമന്റിന്റെ റിപ്ലൈ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കമന്റുകൾ മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. മേളിൽ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും എന്തായാലും കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതിൽ വന്നേക്കുന്ന ഫസ്റ്റ് കമന്റ് എന്ന് പറയുന്നത് പാൻ കാർഡ് വേണോ എന്നുള്ള ഒരു കമന്റ് ആയിരുന്നു. അപ്പൊ ഇതിനെന്തായാലും പാൻ കാർഡ് വേണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻറോൾമെന്റ് ഐ ഡി എടുക്കണമെന്ന്. അപ്പൊ എൻറോൾമെന്റ് ഐ ഡി എടുക്കാനായിട്ട് എന്തായാലും പാൻ കാർഡ് നമ്പർ വെച്ചാണ് നമ്മൾ എൻറോൾമെന്റ് ഐ ഡി എടുക്കുന്നത്. അപ്പൊ GST ഇല്ലാത്തവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ അടുത്തത് ബാങ്ക് അക്കൗണ്ട് വേണമെന്നും ഇതേ സെയിം റീസൺ തന്നെയാണ്. നമ്മൾ ബാങ്ക് അക്കൗണ്ടിലോട്ടായിരിക്കും നമുക്ക് പേയ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും മസ്റ്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടും വേണം. പിന്നെ അടുത്തൊരു കമന്റ്, നൈറ്റി തുണി എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. അപ്പൊ എന്റെ പ്ലേസ് ട്രിവാൻഡ്രം ആണ്. അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് പഴവങ്ങാടിക്ക് അടുത്തുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് ഞാൻ മെറ്റീരിയൽ ഒക്കെ പർച്ചേസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത കമന്റിലോട്ട് പോവാം. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബിക്കം എ സപ്ലയർ എന്ന ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നു. അത് ഇല്ലാത്തതിന്റെ കാരണം നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻറോൾമെന്റ് ID എടുത്ത് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മീഷോയുടെ ആപ്പിൽ കയറുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രൊഫൈൽ ഐക്കൺ കാണും. അതിൽ താക്കുമ്പോഴത്തേക്കാണ് ഗോ ടു സപ്ലയർ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. അപ്പൊ അത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യം തൊട്ടുള്ള വീഡിയോ ക്ലിയർ ആയിട്ടൊന്ന് കണ്ടു നോക്കുക. ഒരു കമന്റ് വന്നേക്കുന്നത് സൗണ്ട് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ മൈക്ക് യൂസ് ചെയ്തല്ല കേട്ടോ സംസാരിക്കുന്നത്. അപ്പൊ മൈക്കും കാര്യങ്ങളൊന്നും എന്റെ കയ്യിലില്ല. അപ്പൊ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് നോയിസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് സൗണ്ട് കുറച്ച് കുറവായിട്ട് തോന്നുന്നത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ അത് നമുക്ക് പരിഹരിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് എൻറോൾമെന്റ് ID എടുക്കാൻ പേയ്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യമാണ്. അപ്പൊ എൻറോൾമെന്റ് IDക്കൊന്നും നമ്മൾ പേയ്മെന്റ് ഒന്നും കൊടുക്കണ്ട. നമുക്ക് മീഷോയിൽ ഷിപ്പിംഗ് ആയാലും പേയ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ആകെ ആകുന്നത് മീഷോയുടെ നമ്മൾ കവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, പാക്കിംഗ് കവർ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ അഡീഷണൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ആവും. അല്ലാതെ നമ്മൾ ഷിപ്പ് ചെയ്യുമ്പോഴോ അങ്ങനെയൊന്നും പൈസ ആവത്തില്ല. പിന്നെ നമ്മൾ എടുക്കുന്ന ഡ്രസ് മെറ്റീരിയലിന്റെ ഒക്കെ ചെലവാണ് നമുക്ക് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാക്കിംഗ് കവർ എവിടെ നിന്നാണ് വാങ്ങാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പാക്കിംഗ് കവർ മീഷോന്ന് തന്നെയാണ് വാങ്ങുന്നത്. ഞാൻ അതിനെ പറ്റിയിട്ട് ലാസ്റ്റ് പാർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മീഷോയിൽ നമ്മുടെ ആപ്പിൽ തന്നെ അവർ തന്നെ മീഷോ തന്നെ നമുക്ക് റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് അവരിൽ നിന്ന് നമ്മൾ വാങ്ങാന്നുള്ളത്. അപ്പൊ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. എന്തായാലും മീഷോയുടെ കവർ ഉപയോഗിച്ച് സെയിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാര്യം റിട്ടേൺ വരുന്ന സമയത്ത് അത് പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ മീഷോയുടെ കവർ തന്നെ യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അടുത്തൊരു കമന്റ് വന്നേക്കുന്നത്, ഒരാൾക്ക് തന്നെ പല പ്രൊഡക്റ്റ് ഇതുപോലെ ചെയ്യാൻ പറ്റുമോ അതോ ഒരേ ടൈപ്പിൽ ഉള്ളത് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, നമുക്ക് വേറെയും പ്രൊഡക്റ്റ് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം ഹെയർ ആക്സസറിയുടെ ബിസിനസ് ആണ് തുടങ്ങിയത്. അപ്പൊ അതിനുശേഷമാണ് ഞാൻ ഈ ഫ്രോക്ക് നൈറ്റിയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് അല്ല, നമുക്ക് വേറെയും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് അതിൽ തന്നെ നമ്മൾ ആ ഒരു അക്കൗണ്ടിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു കമന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിനിമം എത്ര പ്രൊഡക്റ്റ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ അതനുസരിച്ച് നിങ്ങൾ പ്രൊഡക്റ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരെണ്ണമാണ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഉള്ളൂ എങ്കിൽ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഓർഡർ കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾ ബാക്കി ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അത് ഓർഡർ കിട്ടുന്ന അനുസരിച്ച് ബാക്കി പർച്ചേസ് ചെയ്യുക. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, പാക്കിംഗ് കവർ ഓൺലൈൻ അല്ലാതെ ഏത് ഷോപ്പിൽ കിട്ടും പറയാമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മീഷോയുടെ പാക്കിംഗ് കവർ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, റിട്ടേൺ വരുന്ന സമയത്ത് നമുക്ക് മീഷോയുടെ പാക്കിംഗ് കവർ ആണെങ്കിൽ നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ കയ്യിൽ തന്നെ ആ റിട്ടേൺ പ്രൊഡക്റ്റ് എത്തുമെന്ന് നമുക്കൊരു ഉറപ്പ് മീഷോയുടെ പാക്കിംഗ് കവർ ആകുമ്പോൾ പറയാൻ പറ്റും. മറ്റ് പാക്കിംഗ് കവർ ആകുമ്പോഴത്തേക്ക് നമുക്ക് റിട്ടേൺ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ മസ്റ്റ് ആയിട്ട് മീഷോയുടെ തന്നെ വാങ്ങാൻ പറയുന്നത്. വേറെ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്ര ബഡ്ജറ്റ് ഇല്ല, നിങ്ങൾ പുറത്തുനിന്ന് കവർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ വാങ്ങിച്ചത് തിരുവനന്തപുരത്ത് ചാലയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഞാൻ ആദ്യം പാക്കിംഗ് കവർ ഇല്ലാതെയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ പാക്കിംഗ് കവറൊക്കെ വാങ്ങിയത്. അതിൽ മസ്റ്റായിട്ട് നിങ്ങൾ മീഷോയുടെ തന്നെ വാങ്ങാൻ നോക്കുക കേട്ടോ. അപ്പൊ എനിക്ക് റിട്ടേണിന്റെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്.
വീണ്ടും വന്നേക്കുന്ന പാക്കിംഗ് കവറിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എവിടെ നിന്ന് വാങ്ങാൻ പറ്റും എന്നുള്ളത്, മീഷോയിൽ എങ്ങനെ വാങ്ങുന്നു എന്നുള്ളത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ലാസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെ വാങ്ങുന്നതെന്നും എവിടെ നിന്നാണ് മീഷോ സൈറ്റിൽ നിന്ന് നമുക്ക് എങ്ങനെ വാങ്ങാന്നുള്ള കാര്യം ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ആ മീഷോയുടെ ആപ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ സപ്ലയർ ഹബിലോട്ട് ഓപ്പൺ ചെയ്ത് മെനു ബട്ടണിൽ നമുക്ക് അതിന്റെ ഒരു ഓപ്ഷൻ കാണും. അപ്പൊ ഞാൻ എന്തായാലും ആ വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പ്രിന്റ് നമ്മൾ ഓരോന്നിന് വേറെ വേറെ ആണോ അതോ കുറച്ചധികം എടുത്തു വെക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ പറയട്ടെ, നമ്മൾ ഈ പ്രിന്റ് എടുക്കുന്ന എന്തെന്ന് വെച്ചാൽ നമുക്ക് തന്ന ഓർഡേഴ്സിന്റെ അവരുടെ അഡ്രസ്സാണ് ആ പ്രിന്റിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഓർഡർ പല അഡ്രസ്സുള്ള ആൾക്കാർ, അതായത് നമ്മൾ പല ആൾക്കാരല്ലേ നമുക്ക് ഓർഡർ തരുന്നത്. അപ്പൊ പലരുടെ അഡ്രസ്സ് വ്യത്യാസമാണ്. അപ്പോൾ ഓരോ ഓർഡറിനും ഓരോ ഇൻവോയ്സ് ആണ് വരുന്നത്. അപ്പോൾ ഓരോ ഇൻവോയ്സ് ആണ് നമ്മൾ പ്രിന്റ് എടുക്കേണ്ടത്. പ്രിന്റ് എന്ന് പറയുന്നത്, ആ പ്രിന്റിൽ വരുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അഡ്രസ്സാണ്. നമ്മൾ ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അവരുടെ അഡ്രസ്സാണ് അതിൽ വരുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ ഓർഡർ വരുമ്പോഴും ഓരോ അഡ്രസ്സാണ്. അപ്പോൾ ആ ഓരോ അഡ്രസ്സ് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ ഇൻവോയ്സും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോന്നായിരിക്കും പ്രിന്റ് എടുക്കേണ്ടത്. പിന്നെ പ്രിന്റിന്റെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ നോർമൽ പ്രിന്റ് ആണോ എടുക്കേണ്ടത്, പേപ്പർ പ്രിന്റ് ആണോ, എന്ത് തരത്തിലുള്ള പ്രിന്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നോർമലായിട്ട് നമ്മൾ കടകളിൽ PDF ഒക്കെ പ്രിന്റ് എടുക്കത്തില്ല, ആ ഒരു പ്രിന്റ് തന്നെയാണ്. പേപ്പർ പ്രിന്റ് എടുത്തിട്ട് നമ്മുടെ കവറിൽ, നമ്മൾ മീഷോയുടെ കവറിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ നമുക്ക് അഡ്രസ്സ് വെക്കാനായിട്ട് ഒരു സ്പേസ് ഉണ്ടാവും. അവിടെ അതിന്റെ അകത്ത് നമ്മൾ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിലത് ഒട്ടിക്കുന്ന ടൈപ്പും ആയിരിക്കും. നമ്മൾ സാധാരണ നോർമൽ പ്രിന്റ് എടുത്താൽ മതിയാകും. മറ്റൊരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്, കാറ്റലോഗ് പിക്ക് എങ്ങനെ ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെയാണ് കാറ്റലോഗ് പിക്ക് ആഡ് ചെയ്യുന്നതും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതും നമ്മൾ എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടതും എന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിൽ ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയേക്കാം. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാം, അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പ്, അതിനെ കുറിച്ചൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അതൊരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്, മീഷോ വഴി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അത് എല്ലാവർക്കും തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കിത് വഴി ചെയ്താൽ ലാഭം കിട്ടുമോ അതോ നഷ്ടത്തിലാകുമോ എന്നുള്ള കാര്യം. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച്, അതായത് എന്റെ ഒരു അനുഭവത്തിൽ എനിക്ക് മീഷോ നിന്ന് ചെയ്തിട്ട് ലാഭമാണ് ഉണ്ടായത്. എന്ന് വെച്ചാൽ ഒത്തിരി ഒന്നും ലാഭമൊന്നും ഉണ്ടായിട്ടില്ല, എന്ന് വെച്ചാൽ നഷ്ടവും ഉണ്ടായിട്ടില്ല. ആ ഒരു റേഞ്ചാണ് വന്നത്. കാര്യം നമ്മൾ എത്രത്തോളം നമ്മൾ അതിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നു അതനുസരിച്ചുള്ള നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇപ്പൊ ഞാനിപ്പോ ഒരു 10 ആണ് ചെയ്തതെങ്കിൽ എനിക്ക് അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എത്രത്തോളം അതിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നുവോ അത്രത്തോളം നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉറപ്പായും കിട്ടും. ഞാൻ ചെയ്തത് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെ ഉൾപ്പെടുത്തും. നിങ്ങൾ ചോദിച്ച കമന്റുകൾ എല്ലാം കൂടെ ജനറലൈസ് ചെയ്ത് കുറച്ച് കമന്റുകൾ എടുത്ത് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പൊ ഞാൻ ആ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് മറ്റൊരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.